ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഫൈലം നിമറ്റോഡ എന്ന ഫൈലത്തെ സംബന്ധിച്ചാണ്. ഫൈലം നിമറ്റോഡയിൽ വരുന്ന വിരകൾ പ്രത്യേകിച്ചും ഉരുണ്ട വിരകളാണ്. ഈ വിരകൾ അവയുടെ പ്രത്യേകതകൾ, ലൈഫ് സൈക്കിൾ, അതിൻ്റെ പത്തോജനിസിറ്റി, എന്തൊക്കെ അസുഖങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുന്നത് തുടങ്ങിയ വിശദാംശങ്ങളും ഈ ഫൈലത്തിൽ വരുന്ന പ്രധാനപ്പെട്ട 5 വിരകളുണ്ട്. അസ്കാരിസ്, എൻഡ്രോബിയസ്, ആൻസിലോസ്റ്റോമ, ഉച്ചറേറിയ, ട്രൈക്കിനല്ല എന്നീ 5 വിരകളെക്കുറിച്ചാണ് നമുക്ക് ഈ ഫൈലത്തിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അവയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അടങ്ങിയ ഒരു ക്ലാസ്സാണ് ഫൈലം നിമറ്റോഡ എന്ന ഈ ക്ലാസ്. നമുക്ക് ആദ്യം ഫൈലം നിമറ്റോഡയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളൊന്ന് പരിശോധിക്കാം. ഇതിനെ സാധാരണ റൗണ്ട് വേംസ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് അതിൻ്റെ കോമൺ നെയിം. ഇതിൻ്റെ ഹാബിറ്റാറ്റ്, ഇത് താമസിക്കുന്ന ഇടം, മോസ്റ്റ്ലി പാരസൈറ്റിക്, മിക്കവാറും വേമുകളെല്ലാം തന്നെ പരാദജീവികളാണ്. സം ലിവ് ഫ്രീലി ഇൻ സോയിൽ ഓർ വാട്ടർ, ചിലത് സ്വതന്ത്രമായി വെള്ളത്തിലും കരയിലും താമസിക്കുന്നവയുണ്ട്. ബോഡി ടൈപ്പ്, ശരീരത്തിൻ്റെ പ്രകൃതം അല്ലെങ്കിൽ ശരീര രീതി എടുത്തു നോക്കുകയാണെങ്കിൽ നീളമുള്ളതാണ്, ഇലോങ്ങേറ്റഡ് ആണ്, സിലിണ്ട്രിക്കൽ, ട്യൂബ് പോലെയുള്ളതാണ്, ആൻഡ് അൺസെഗ്മെൻറ്റഡ്, ശരീരത്തിന് സെഗ്മെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ സിമെട്രി, അതിൻ്റെ ശരീരത്തെ നമുക്ക് 2 തുല്യ ഭാഗങ്ങളായിട്ട് നെടുകെ ഒരു മുറിവുണ്ടാക്കി അല്ലെങ്കിൽ നെടുകെ നമ്മൾ വിഭജിച്ചാൽ 2 തുല്യ ഭാഗങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് ബൈലാറ്ററൽ സിമെട്രി ഉള്ള ഒരു വിരയാണ്. ബോഡി ലെയേഴ്സ്, ശരീരത്തിന് 3 പാളി കോശങ്ങളുണ്ട്. എക്ടോഡേം ഏറ്റവും പുറമേ ഉള്ളത്, എൻഡോഡേം ഏറ്റവും ഉള്ളിലായിട്ടുള്ളത്, എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിലായിട്ടുള്ള മീസോഡേം. അതുകൊണ്ട് ഇതിനെ ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നു. ബോഡി ക്യാവിറ്റി, ശരീരത്തിന് അറകളുണ്ട്, പൂർണ്ണമായും അറകൾ ഇല്ല അല്ലെങ്കിൽ പൂർണ്ണമായ അറകളില്ല. അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന ജീവിയിലുള്ള ജീവജാലങ്ങളുടെ ശരീര അറകളെ സീലോം എന്നാണ് പറയുന്നത്. അപൂർണമായിട്ടുള്ള സീലോം ഉള്ളതുകൊണ്ട് ഇതിനെ സ്യൂഡോ സീലോമേറ്റ എന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള അറകൾ രൂപാന്തരപ്പെട്ടിട്ടില്ല. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് വായും ഏനസും, ഭക്ഷണം കഴിക്കാനും ഭക്ഷണം വിസർജിക്കാനുമുള്ള അവയവങ്ങളും ദഹിപ്പിക്കാനും അല്ലെങ്കിൽ വലിച്ചെടുക്കാനുള്ള അവയവ വ്യവസ്ഥയുമുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ട്രാക്റ്റ് എന്ന് പറയുന്നത്. സർക്കുലേറ്ററി ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം, ഇതൊരു പാരസൈറ്റിക് മോഡ് ഓഫ് ലൈഫാണ് ഇത് പിന്തുടരുന്നത്. അതായത് മറ്റുള്ള ജീവജാലങ്ങളുടെ ശരീരത്തിന് ആശ്രയിച്ച്, അതല്ലെങ്കിൽ അവയുടെ ശരീരത്തിൽ ദഹിച്ച് കിട്ടുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ വലിച്ചെടുത്തോ അല്ലെങ്കിൽ അത് സ്വീകരിച്ചോ ജീവിക്കുന്ന ജീവികളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സർക്കുലേറ്ററി, റെസ്പിറേറ്ററി സിസ്റ്റംസ് ഒന്നും തന്നെ ഇതിനില്ല. റീപ്രൊഡക്ഷൻ, അതായത് ഇത് ഡയേഷ്യസ് ആണ്, മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫീമെയിൽസ് ആർ ലാർജർ ദാൻ മെയിൽ, മെയിലിനേക്കാൾ വലുപ്പം കൂടിയതായിരിക്കും ഫീമെയിലുകൾ. അപ്പം സെക്ഷലായിട്ട് വ്യത്യാസം കാണുമ്പോൾ അല്ലെങ്കിൽ മോർഫോളജിക്കലി അതിൻ്റെ ശരീര വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ശരീര വലുപ്പത്തിൽ ആണും പെണ്ണും 2 വ്യത്യസ്ത വലുപ്പത്തിൽ കാണപ്പെടുന്നതിനെ സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറയുന്നു. അത് ഈ നിമറ്റോഡ് വേമുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. എക്സോസ്കെലിറ്റൺ, അതായത് എൻഡോസ്കെലിറ്റൺ ഇല്ല, എക്സോസ്കെലിറ്റൺ ഉണ്ട്. ബോഡി കവേർഡ് വിത്ത് എ ടഫ് ഫ്ലെക്സിബിൾ നോൺ സെല്ലുലാർ ക്യൂട്ടിക്കിൾ ദാറ്റ് ഈസ് ഷെഡ് പീരിയോഡിക്കലി. ഇത് മറ്റുള്ള ജീവൻ, നമ്മുടെ ശരീരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൊക്കെയാണ് ഇത് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ഡൈജസ്റ്റീവ് എൻസൈമുമായിട്ട് ബന്ധപ്പെട്ട് ദഹിച്ചു പോകാൻ അല്ലെങ്കിൽ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നല്ല കട്ടിയുള്ള എന്നാൽ ഫ്ലെക്സിബിളായിട്ടുള്ള സെല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെടാത്ത നോൺ സെല്ലുലാറായിട്ടുള്ള ഒരു ക്യൂട്ടിക്കിളുണ്ട്. അതതിനെ സംരക്ഷിക്കുന്ന പ്രത്യേക എക്സോസ്കെലിറ്റനുകളാണ്. ആദ്യം നമുക്ക് പഠിക്കാനുള്ള നിമറ്റോഡ് വേം എന്ന് പറയുന്നത് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് എന്ന ജീവിയാണ്. അതിൻ്റെ പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ നാമം അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് എന്നാണ്. കോമൺ നെയിം റൗണ്ട് വേം, ഉരുണ്ട വിരകൾ എന്നാണ്. അതിൻ്റെ ഹാബിറ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാണുന്ന സ്ഥലങ്ങൾ ലീവ്സ് എസ് എ പാരസൈറ്റ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഓഫ് ഹ്യൂമൻസ്, നമ്മളുടെയൊക്കെ ചെറുകുടലിനകത്താണ് ഇതിൻ്റെ സ്ഥിര താമസം. ബോഡി ഷേപ്പ് ലോങ്, സിലിണ്ട്രിക്കൽ, സ്മൂത്ത് ആൻഡ് ടേപ്പറിങ് അറ്റ് ബോത്ത് എൻഡ്സ്.
നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോഡി ഷേപ്പ് വളരെ നീളമുള്ളതാണ്. നീളമുള്ള രണ്ടറ്റവും കൂർത്തിരിക്കുന്ന തരത്തിലുള്ള ഒരു ബോഡി ഷേപ്പാണ് ഇതിന് ഉള്ളത്. സെക്സസ്, അതായത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ്. ഫീമെയിൽ മെയിലിനെ അപേക്ഷിച്ച് നീളം കൂടിയതാണ്. അതിനെ നമ്മൾ സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നു. ഫീമെയിൽ ഈസ് ലാർജർ, അതായത് 20 to 35 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. മെയിൽ ഈസ് സ്മോൾ, 15 to 20 സെൻറ്റിമീറ്റർ, ഹാസ് എ കാർവ്ഡ് ടെയിൽ. മെയിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടെയിൽ വാൽ ഭാഗം വളഞ്ഞിരിക്കും. ബോഡി കവറിംഗ്, ബോഡി ഈസ് കവേർഡ് ബൈ എ തിക്ക് ടഫ് ക്യൂട്ടിക്കിൾ ദാറ്റ് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ഡൈജസ്റ്റീവ് ജ്യൂസസ് ഓഫ് ദ ഹോസ്റ്റ്. നമ്മളുടെ ദഹന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന എൻസൈമുകളെ നിന്നും രക്ഷപ്പെടാനായിട്ട് അതിനൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, അതിനെ ക്യൂട്ടിക്കിൾ എന്നാണ് പറയുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. ഫുഡ് ഈസ് ഡൈജസ്റ്റഡ് ഇൻ ദ ഇൻഡസ്റ്റൈൻ ആൻഡ് അബ്സോർബ്ഡ് ത്രൂ ദ ബോഡി വാൾ. അതായത് ഇതിനകത്ത് ഒരു മൗത്ത് തൊട്ട് ഏനസ് വരെ വരുന്ന ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ ഇത് ഭക്ഷണം സ്വീകരിക്കുകയും അതിൻ്റെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. മോഡ് ഓഫ് ഇൻഫെക്ഷൻ, നമ്മളെ ഇതെങ്ങനെയാണ് ബാധിക്കുക? ഇൻഫെക്ഷൻ ഒക്കേഴ്സ് വെൻ എഗ്സ് ഫ്രം കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ ഓർ സോളോഡ്. നമ്മൾ ഈ വേം അടങ്ങിയ അല്ലെങ്കിൽ അസ്കാരിസ് ലുംബ്രിക്കോയിഡ് എന്ന ഉരുണ്ട വിര അടങ്ങിയ ഭക്ഷണമോ വെള്ളമോ കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഇത് എത്തിപ്പെടുന്ന സാധ്യതയുണ്ട്. ഡിസീസ് കോസ്ഡ്, ഇതുണ്ടാക്കുന്ന ഒരു അസുഖം ഉണ്ട്. ഈ അസുഖത്തിനെ അസ്കാരിയാസിസ് എന്നാണ് പറയുന്നത്. സിംറ്റംസ് ഇൻക്ലൂഡ് അബ്ഡോമിനൽ പെയിൻ, വോമിറ്റിംഗ് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ബ്ലോക്കേജ്. നമുക്ക് ഈ വിരയുടെ ഇൻഫെക്ഷൻ മൂലം നമുക്കുണ്ടാകുന്ന ഒരു അസുഖമാണ്, ഒരു കണ്ടീഷനാണ് അസ്കാരിയാസിസ് എന്ന് പറയുന്നത്. അതുമൂലം നമുക്ക് വയറുവേദന ഉണ്ടാവും, ഛർദിലുണ്ടാവും, ഇൻറ്റസ്റ്റൈനൽ ബ്ലോക്കേജ്, അതായത് ശരീരത്തിനകത്ത് ഭക്ഷണം അല്ലെങ്കിൽ കുടലിനകത്ത് ഭക്ഷണം കെട്ടിക്കിടക്കുന്ന അവസ്ഥയും ഉണ്ടാക്കപ്പെടും. ഇതിൻ്റെ ലൈഫ് സൈക്കിൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് എന്നുള്ളത്. അതിൻ്റെ ഹാബിറ്റാറ്റ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെറുകുടലിലാണ്. റീപ്രൊഡക്ഷൻ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മുടെ ചെറുകുടലിനകത്ത് വെച്ച് തന്നെ അത് മേറ്റ് ചെയ്യുന്നു. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത്. എഗ് പ്രൊഡക്ഷൻ, ദ ഫീമെയിൽ ലേസ് തൗസൻഡ്സ് ഓഫ് ഫെർട്ടിലൈസ്ഡ് എഗ്സ് എവറി ഡേ വിച്ച് പാസ് ഔട്ട് വിത്ത് ദ ഹോസ്റ്റ് ഫീസസ്. അതായത് മെയിലും ഫീമെയിലും തമ്മിൽ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റീപ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഫീമെയിൽ ഒരു ദിവസം ആയിരക്കണക്കിന് മുട്ടകൾ ഇടുകയും ഈ മുട്ടകൾ നമ്മളുടെ ഫീക്കൽ മാറ്ററിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. എഗ് ഡെവലപ്മെൻറ്റ്, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷമാണ് മുട്ട വിരിയുന്നത്. ദ എഗ് റിക്വയർ മോയിസ്റ്റ് സോയിൽ ആൻഡ് വാം ടു ഡെവലപ്പ്. അതായത് നനവുള്ള ചൂടുള്ള മണ്ണുണ്ടെങ്കിൽ മാത്രമേ ഈ മുട്ട വിരിയുകയുള്ളൂ. ദേ ബിക്കം ഇൻഫെക്റ്റീവ് ഇൻ അബൌട്ട് 2 to 3 weeks. അങ്ങനെ 2 മുതൽ 3 ആഴ്ച വരെ മണ്ണിൽ കിടക്കുന്ന ഈ അസ്കാരിയസിൻ്റെ മുട്ട വിരിയുകയും അത് പിന്നീട് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻഫെക്റ്റ് ചെയ്യാൻ തക്ക വിധത്തിലേക്ക് വളർച്ചയെത്തുകയും ചെയ്യുന്നു. ഇൻഫെക്റ്റഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ എംബ്രിയോണേറ്റഡ് എഗ് വിത്ത് ലാർവ ഇൻസൈഡ് ഇൻ ദ എഫ്റ്റിക് സ്റ്റേജ്. അതായത് മുട്ടയ്ക്കകത്തായിട്ട് രൂപാന്തരം പ്രാപിച്ച ലാർവ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇൻ എ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അപ്പം ഇത് നമ്മുടെ മെയിലും ഫീമെയിലും നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്ത് താമസിക്കുന്നു. മെയിലും ഫീമെയിലും തമ്മിൽ കോപ്പുലേഷൻ, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഫീമെയിൽ ഒരു ദിവസം ആയിരക്കണക്കിന് മുട്ടയിടുന്നു. ഈ മുട്ട നമ്മളുടെ ഫീക്കൽ മാറ്ററിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പുറത്തേക്ക് വരുന്നു, മണ്ണിലേക്ക് എത്തിച്ചേരുന്നു. മണ്ണിൽ നനവുള്ള ചൂടുള്ള മണ്ണിൽ മുട്ട വിരിയുകയും 2 മുതൽ 3 ആഴ്ചയാകുമ്പോഴേക്കും ഇത് ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻസ് ഗെറ്റ് ഇൻഫെക്റ്റഡ് ബൈ ഈറ്റിംഗ് കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ കണ്ടെയ്നിങ് ദീസ് ഇൻഫെക്റ്റഡ് എഗ്സ്. അങ്ങനെ ഈ അസ്കാരിയസിൻ്റെ മുട്ട അടങ്ങിയ ഭക്ഷണം നമ്മൾ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ പച്ചക്കറികൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്നു. ഹാച്ചിങ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ദ എഗ് ഹാച്ച് ആൻഡ് റിലീസ് ലാർവ. അപ്പം ഈ മുട്ടയ്ക്കകത്ത്, അതായത് മണ്ണിലുള്ള മുട്ടയ്ക്കകത്ത് ലാർവ ഉണ്ടായിരിക്കും. ആ മുട്ടയോട് കൂടിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. ആ മുട്ട നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് പൊട്ടി ലാർവ പുറത്ത് കടക്കുന്നു. ഈ ലാർവ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അവിടെ അപ്പോൾ തന്നെ എന്ത് ചെയ്യും? അവിടെ സ്ഥിര താമസമാക്കുകയില്ല, അത് മൈഗ്രേറ്റ് ചെയ്യും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങൾ സന്ദർശിക്കും. ദ ലാർവ എൻ്റർ ബ്ലഡ് വെസൽസ്, ട്രാവൽ ടു ലിവർ, ഹാർട്ട് ആൻഡ് ലങ്സ്, ആർ റിട്ടേൺ ടു ഇൻറ്റസ്റ്റൈൻ.
അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുന്ന അസ്കാരിയസിൻ്റെ മുട്ട നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്ത് വെച്ച് വിരിയുകയും ആ വിരിഞ്ഞ് വരുന്ന ലാർവ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ തുരന്ന് രക്തത്തിലേക്ക് കടന്ന് ഹാർട്ടിലും ലങ്സിലും ലിവറിലും ഒക്കെ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ എത്തി അവിടമൊക്കെ സന്ദർശിച്ചതിന് ശേഷമാണ് തിരിച്ച് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്നത്. അപ്പം ഇങ്ങനെ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിന് ഒരു പേര് പറയും എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ മൈഗ്രേഷൻ എന്ന് പറയും. അത് ടൂർ പോകുന്നത് പോലെയാണ്. നമ്മുടെ ശരീര അവയവങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ച് ശരീരാവയവങ്ങളൊക്കെ കുഴപ്പമില്ലാത്തതാണോ നല്ലതാണോ എന്ന് പരിശോധിക്കുന്നത് പോലെ ഈ ലാർവ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. റിട്ടേൺ ടു ഇൻറ്റസ്റ്റൈൻ ഫ്രം ദ ലങ്സ് ലാർവ മൂവ്സ് അപ്പ് ടു ദ ത്രോട്ട് ആൻഡ് സോളോഡ് അഗെയിൻ ആൻഡ് റിട്ടേൺ ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അവസാനം മിക്കവാറും നമ്മുടെ ലങ്സിനകത്താണ് അവസാനം എത്തിച്ചേരുന്നത്. ആ ലങ്സിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ചുമയ്ക്കുമ്പോഴൊക്കെ പുറത്തേക്ക് എടുക്കുകയും നമ്മൾ ആ കഫം അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സലേവ അടങ്ങിയത് നമ്മൾ വിഴുങ്ങുകയും ചെയ്യുമ്പോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തിപ്പെടുന്നു. മച്ചുറേഷൻ ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ദ ലാർവ ഗ്രോ ഇൻ ടു അഡൽട്ട് വർം കംപ്ലീറ്റിംഗ് ദ ലൈഫ് സൈക്കിൾ. അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ മുട്ടയിട്ട് മുട്ട പുറത്തേക്ക് പോയി ആ മുട്ട വീണ്ടും നമ്മൾ അല്ലെങ്കിൽ ലാർവ സ്റ്റേജിലുള്ള എംബ്രിയോ നമ്മൾ കഴിച്ച് നമ്മുടെ ശരീരത്തിൽ വെച്ച് മുട്ട വിരിഞ്ഞ് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം ഇൻറ്റസ്റ്റൈനിൽ തന്നെ തിരിച്ചെത്തി അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്, അതായത് വേറൊരു ജീവിയിലൂടെ കടന്നൊന്നുമല്ല നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നത്. അതാണ് ഈ ലാർവയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മൈഗ്രേഷൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടെ ഈ ലൈഫ് സൈക്കിൾ ചോദിക്കാം, അതിൻ്റെ അസുഖങ്ങൾ അല്ലാതെ അസ്കാരിയാസിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷനെ കുറിച്ച് ചോദിക്കാം. കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്ത റൗണ്ട് വേം എന്ന് പറയുന്നത് എൻഡറോബിയസ് എന്ന് പറയുന്ന വേമാണ്. ഇത് നമ്മുടെ സാധാരണ കുഞ്ഞുങ്ങളിലും കുട്ടികളൊക്കെ നമ്മളൊക്കെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നഖത്തിലൂടെയൊക്കെ വിരലിൽ കടന്ന് നമ്മൾ നഖം കടിക്കുമ്പോഴോ നമ്മൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുമ്പോഴും നമുക്കുണ്ടാക്കുന്ന ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വേമാണ് ഈ എൻഡ്രോബിയസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിൻ വേം, സീറ്റ് വേം, ത്രെഡ് വേം എന്നൊക്കെയാണ് അറിയപ്പെടുക. പിന്ന് പോലെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏനസിലൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും, അതായത് കുത്തുന്ന പോലെ വേദനയൊക്കെ ഉണ്ടാക്കും. ഇറ്റ് ഈസ് ആൻ എൻഡോ പാരസൈറ്റ്, നമ്മുടെ ശരീരത്തിന് അകത്താണ് താമസിക്കുന്നത്. എക്സോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത്. അപ്പോൾ പേന് പോലെയുള്ള ജീവജാലങ്ങൾ എക്സോ പാരസൈറ്റാണ്. ഇത് നമ്മൾ എൻഡോ പാരസൈറ്റാണ്. ലിവ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ, സീക്കം ആൻഡ് അപ്പൻഡിക്സ്. നമ്മുടെ ചെറുകുടലിലും ഏനസിലും റക്തത്തിലുമൊക്കെ അകത്തായിട്ട്, അതായത് നമ്മുടെ ഏനസിന് തൊട്ട് മുകളിലുള്ള ഇൻറ്റസ്റ്റൈനൽ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ കൂടുതൽ താമസം എന്ന് പറയുന്നത്. ഷോസ് സെക്ഷൽ ഡൈമോർഫിസം. മെയിലും ഫീമെയിലും തമ്മിൽ ശരീരത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ട്. മെയിൽ ചെറുതാണ്, അതിൻ്റെ ടെയിൽ വളഞ്ഞിരിക്കും. പക്ഷേ മെയിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നീളം കൂടുതലാണ്. ഫീമെയിൽ ഹാസ് എ ക്യൂട്ടിക്കുലർ എക്സ്പാൻഷൻ അറ്റ് ആൻറ്റീരിയർ എൻഡ്സ് ആൻഡ് എ പോയിൻറ്റഡ് ടെയിൽ. അപ്പം അതിൻ്റെ ക്യൂട്ടിക്കുലർ, അതായത് ക്യൂട്ടിക്കിൾ ഇങ്ങനെ വലുതായിട്ട് വേർതിരിക്കുന്നത് ക്യൂട്ടിക്കുലർ എക്സ്പാൻഷൻ ഉണ്ട് ഫീമെയിലിന്. അതിൻ്റെ ടെയില് ടേപ്പറിങ് ആണ്, ഹെഡും ടേപ്പറിങ് ആണ്, അതായത് പോയിൻറ്റഡ് ആണ്. മെയിൽ ആർ ഷോർട്ട് വിത്ത് കാർവ്ഡ് ടെയിൽ, അതായത് മെയിൽ ഷോർട്ടാണ്, കാർവ്ഡ് ടെയിലാണ്. മെയിൽ പോസസ് സ്മോൾ ബേർസ ലൈക്ക് എക്സ്പാൻഷൻ ആൻഡ് എ സിംഗിൾ സ്പിക്യൂൾ. അപ്പം മെയിലിന് കോപ്പുലേഷൻ നടത്താനായിട്ട്, അതായത് ഫെർട്ടിലൈസേഷൻ നടത്താനായിട്ട് അല്ലെങ്കിൽ ഫീമെയിലിനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് നാരുകൾ പോലെയുള്ള സ്ട്രക്ചറുകളുണ്ട്. അതിനെ ബേർസ എന്നാണ് പറയുന്നത്. ഹെഡ് പോസസ് മൗത്ത് വിത്ത് സ്മോൾ ലിപ്സ്. ഇതിൻ്റെ തലഭാഗത്ത്, അതായത് തല വളരെ കൂർത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്കിത് കുത്തുമ്പോൾ വേദനയൊക്കെ ഉണ്ടാകും. അപ്പോൾ വായും ഒക്കെ മൗത്തും ലിപ്സൊക്കെ ഉള്ളതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു സിംഗിൾ ഹോസ്റ്റ് അല്ലെങ്കിൽ ഒറ്റ ഹോസ്റ്റിൽ തന്നെയാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്, വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള ഒരു ലൈഫ് സൈക്കിളാണ്. നോ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഇല്ല. മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ അത് കോപ്പുലേഷൻ, അതായത് മെയിലും ഫീമെയിലും ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ, അതായത് കോപ്പുലേഷൻ നടന്ന് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് ഉണ്ടാകുന്നത്. ഡ്യൂറിങ് നൈറ്റ് ദ ഫീമെയിൽ കംസ് ഔട്ട് ഓഫ് ദ ഏനസ് ആൻഡ് ഡെപ്പോസിറ്റ് എഗ്സ് ഇൻ ദ പെരി ഏനൽ സ്കിൻ. അങ്ങനെ നമ്മുടെ എൻഡ്രോബീസിൻ്റെ മെയിലും ഫീമെയിലും തമ്മിൽ ഇണചേർന്ന് ഫീമെയിലിൻ്റെ ശരീരത്തിൽ മുട്ടകൾ ഉണ്ടാകുന്നു. ഈ മുട്ടയടങ്ങിയ ഫീമെയിൽ രാത്രിയിൽ നമ്മുടെ ഏനൽ റീജിയനിലേക്ക് വന്നിട്ട് അവിടെ മുട്ടയിടുന്നു. എ സിംഗിൾ ഫീമെയിൽ ക്യാൻ പ്രൊഡ്യൂസ് 10,000 എഗ്സ്. ഒരു തവണ
10,000 മുട്ടകൾ ഇടാനായിട്ടുള്ള കഴിവ് ഒരു സിംഗിൾ ഫീമെയിൽ, ഒറ്റ ഫീമെയിലുണ്ട്. ഈ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫീമെയിൽ മരിച്ചു പോവുകയും ചെയ്യും. ഈ മുട്ട, അതായത് അറ്റ് ബോഡി ടെമ്പറേച്ചർ ദ എഗ് ഡെവലപ്പ് ക്വിക്ക്ലി ആൻഡ് ആർ ഇൻഫെക്റ്റീവ്. നമ്മുടെ ഏനൽ റീജിയനിൽ നല്ല ചൂടുണ്ടാവും. ഈ ചൂടിൽ തന്നെ മുട്ട വിരിയുകയും പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ തകവത്തിൽ അത് വളർച്ച പൂർത്തിയാക്കുകയും ചെയ്യും. ദി എഗ് കണ്ടെയ്ൻ ജുവനൈൽ വർംസ് ഇൻജസ്റ്റഡ് ത്രൂ ഫുഡ് കണ്ടാമിനേഷൻ. അപ്പോൾ ഒന്നുകിൽ ഏനൽ റീജിയനിലിരിക്കുന്ന ഈ വിരിഞ്ഞ മുട്ടകൾ അല്ലെങ്കിൽ ഈ എൻട്രോബീസിൻ്റെ കുഞ്ഞുങ്ങൾ ഫീക്കൽ മാറ്ററിലൂടെ അല്ലെങ്കിൽ മലത്തിലൂടെ പുറത്തു പോകാം. അങ്ങനെ പുറത്തു പോകുന്ന ഈ ഫീക്കൽ മാറ്റർ അടങ്ങിയ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണമോ വെള്ളമോ കുടിക്കുന്നതോടെ കൂടി നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചെത്താം. ഇൻ അനദർ പേഴ്സൺ ദ എഗ് റീച്ചസ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഹാച്ച് ദെയർ. ഇനി നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോയാൽ വേറൊരു ശരീരത്തിൽ മുട്ട എന്ത് ചെയ്യും? ഈ മുട്ടയോ അല്ലെങ്കിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളോ എന്ത് ചെയ്യും? മറ്റൊരു ജീവിയുടെ ശരീരത്തിന്, ഒരാളുടെ ശരീരത്തിലെത്തിക്കും. ഒക്കേഷണലി ദ എഗ് ഹാച്ചസ് ഇൻ ദ പെരിഏനൽ റീജിയൻ ആൻഡ് ക്രോൾ ബാക്ക്, റീച്ചസ് ദ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഇൻഫെക്റ്റ് അഗെയിൻ. ദിസ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് കോൾഡ് റീസ്ട്രോ ഇൻഫെക്ഷൻ. ചില സാഹചര്യങ്ങളിൽ മുട്ട എന്ത് ചെയ്യും? ഏനൽ റീജിയനിൽ വെച്ച് തന്നെ വിരിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏനസിൻ്റെ ആ ഭാഗത്ത് ചെറിയൊരു ചൂടുണ്ട്. ആ ചൂട് തന്നെ മുട്ട വിരിയാൻ ധാരാളമാണ്. ചില സമയത്ത് 10,000 മുട്ടകളും എന്ത് ചെയ്യും? ഫീക്കൽ മാറ്ററിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പുറത്തേക്ക് പോവുകയും ആ മുട്ടയടങ്ങിയ വെള്ളമോ ഭക്ഷണമോ വേറൊരാൾ കഴിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലെത്തുകയും ചെയ്യും. ഇനി പൊതുവെ മിക്കവാറും സാഹചര്യങ്ങളിലൊക്കെ ഈ മുട്ട ഏനൽ റീജിയനിൽ തന്നെ വിരിഞ്ഞുകയും ഈ വിരിഞ്ഞ മുട്ടയിൽ നിന്നുണ്ടാകുന്ന വേംസുകൾ തിരിച്ച് നേരെ ഏനസിൽ നിന്നും അകത്തേക്ക് കയറുകയും ചെയ്യും. നമ്മുടെ ഇൻറ്റസ്റ്റൈനിലേക്ക് തിരിച്ചു കയറും. ഇങ്ങനെ തിരിച്ചു കയറി നമുക്ക് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന കണ്ടീഷന് പറയുന്ന പേരാണ് റീസ്ട്രോ ഇൻഫെക്ഷൻ. റീസ്റ്റോർ ചെയ്യുക. അതുകൊണ്ടാണ്, അതായത് വീണ്ടും നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തിപ്പെടുക. അതുകൊണ്ടാണ് അതിനെ റീസ്ട്രോ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റീസ്ട്രോ ഇൻഫെക്ഷൻ എന്നൊരു ചോദ്യം ചോദിക്കും. ഒക്കേഷണലി ദ എഗ് ഹാച്ചസ് ഇൻ ദ പെരിഏനൽ റീജിയൻ ആൻഡ് ക്രോൾ ബാക്ക് റീച്ചസ് ദ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഇൻഫെക്റ്റ് അഗൈൻ. ദിസ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് കോൾഡ് റീസ്ട്രോ ഇൻഫെക്ഷൻ. ഹൗ എൻട്രോബീസ് ബിക്കം പത്തോജൻ. എൻട്രോബീസ് എങ്ങനെയാണ് ഒരു പാത്തോജൻ അല്ലെങ്കിൽ രോഗാണുവായിട്ട് മാറുന്നത്? അങ്ങനെ ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, ദ പ്രസൻസ് ഓഫ് ഫീമെയിൽ വിത്ത് സ്റ്റിക്കി എഗ്സ് കോസ് ഇറിറ്റേഷൻ ഇൻ ദ പെരിഏനൽ റീജിയൻ. 10,000 മുട്ടകളിടുന്ന ഒരു ഫീമെയിൽ, നമ്മുടെ ഇൻഡസ്ട്രീനകത്ത് ഒന്നിലധികം ഫീമെയിൽ ഉണ്ടെങ്കിൽ, ഒരു 10 ഫീമെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 1,00,000 മുട്ടകളുണ്ടാവും. ഈ 1,00,000 മുട്ടകളും എന്ത് ചെയ്യും? സ്റ്റിക്കിയാണ്, പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കുക. അപ്പം ഈ സ്റ്റിക്കി ആയിട്ടുള്ള ഈ മുട്ടകൾ നമ്മളുടെ പെരിഏനൽ റീജിയൻ, അതായത് ഏനസിന് പുറത്ത് ചൊറിച്ചിലുണ്ടാക്കും. ദ ഫീമെയിൽ കെയിം ഔട്ട് അറ്റ് നൈറ്റ് കോസ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആൻഡ് സ്ക്രാച്ചിങ് ഓഫ് ദ ഇൻഫെക്റ്റഡ് ഏരിയ. നമുക്ക് ഈ മുട്ട രാത്രിയിലാണ് ഇടുന്നത് കൊണ്ട് തന്നെ ഈ മുട്ട ഇടാനായിട്ട് വേമുകൾ ഏനസിൻ്റെ അവിടേക്ക് തുരന്ന് അല്ലെങ്കിൽ പുറത്തേക്ക് വരികയും അവിടെ നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുകയും നമുക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാക്കുകയും ചെയ്യും. കോസ് ട്രാൻസ്മിഷൻ ഓഫ് എഗ് ടു നെയിൽസ് ആൻഡ് കോസ് ഓട്ടോ ഇൻഫെക്ഷൻ. ഇനി നമ്മളോട് ചൊറിയുമ്പോൾ നമുക്ക് നഖമൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നഖത്തിനിടയിൽ പെട്ടിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴോ നമ്മൾ കൈ കഴുകാതിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും? വീണ്ടും നമുക്ക് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ദ അഡൽട്ട് വോം കോസ് ഇൻഫ്ലമേഷൻ ഓഫ് കോളൻ ആൻഡ് അപ്പൻഡിക്സ് ആൻഡ് കോസ് അപ്റ്റൈറ്റ്. സാധാരണ കോളനകത്തും അപ്പൻഡിക്സിലുമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് വിശപ്പില്ലായ്മ പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാക്കും. ഇൻ വുമൺ ദ അഡൽട്ട് വോം ക്യാൻ എൻ്റർ ദ വജിന ആൻഡ് കോസ് ഇറിറ്റേഷൻ ദെയർ. അപ്പം ഏനസും വജൈനയും തമ്മിൽ വളരെ അടുത്താണ് ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഏനൽ റീജിയനിൽ വരുന്ന ഈ വേമുകൾ, 10,000 വേമുകൾ, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന വേമുകൾ എന്ത് ചെയ്യാം? വജൈനയിലേക്ക് കടക്കാനുണ്ട്. അപ്പം വജൈനയിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട് ഫീമെയിൽസിൽ. ദ ലൈഫ് സ്പാൻ ഓഫ് ദിസ് വേം ഈസ് അബൌട്ട് എ മന്ത്. സോ ദ ഇൻഫെക്ഷൻ യൂഷ്വലി എലിമിനേറ്റ് ആഫ്റ്റർ ദിസ് പീരീഡ്. സാധാരണയായിട്ട് ഒരു തവണ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ 1 മാസത്തോടു കൂടി എന്ത് ചെയ്യും? ഈ ജീവികളെല്ലാം ചത്തുപോകും. റീസ്ട്രോ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വരും, അല്ലെങ്കിൽ 1 മാസത്തിനകത്ത് സാധാരണയായിട്ട് ഈ പ്രശ്നം ഇല്ലാതാവുകയാണ് ചെയ്യുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള റൗണ്ട് വേം എന്ന് പറയുന്നത് ആൻസിലോസ്റ്റോമ എന്ന് പറയുന്ന ഉരുണ്ട വിരകളാണ്. കോമൺലി കാൾഡ് ഹുക്ക് വേംസ്. ഹുക്കുള്ള വേംസുകൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ദ അഡൽട്ട് വേം ക്ലിങ് ടു ദ ഇൻറ്റസ്റ്റൈനൽ വാൾ ആൻഡ് സക്ക് ദ ഹോസ്റ്റ് ബ്ലഡ്. അതായത് നമ്മുടെ കുടലിൽ തൂങ്ങിക്കിടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹുക്ക് വേണം, അല്ലെങ്കിൽ കൊളുത്ത് വേണം. കൊളുത്തുള്ള വിരകൾ എന്നാണ് അതിനറിയപ്പെടുക. അല്ലെങ്കിൽ ക്ലിങ് ചെയ്തുകൊണ്ട്, തൂങ്ങിക്കിടന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ രക്തം ഊറ്റി കുടിച്ച് ജീവിക്കുന്ന ഒരു പാരസൈറ്റാണ് ആൻസിലോസ്റ്റോമ.
ഷോസ് സെക്ഷൽ ഡൈമോർഫിസം. എല്ലാ നെമറ്റോഡ് വേമിൻ്റെയും പ്രത്യേകതയാണ് ആണ് ചെറുതും പെണ്ണ് വലുതുമാണ്. അതുകൊണ്ട് അതിനെയാണ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നത്. ദ ബക്കൽ ക്യാവിറ്റി ഹാസ് കട്ടിംഗ് പ്ലേറ്റ് വിത്ത് ടീത്ത്. ഇതിൻ്റെ ബക്കൽ ക്യാവിറ്റിക്കകത്ത്, വായ്ക്കകത്ത് കട്ട് ചെയ്യാൻ, മുറിവുണ്ടാക്കാനായിട്ടുള്ള പ്ലേറ്റുകളുണ്ട്. അതിനകത്ത് പല്ലുകളുമുണ്ട്. ദ ഓറൽ ആർമച്ചർ ഹെൽപ്പ് ക്രിയേറ്റിംഗ് വൂൺസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സക്ക് ബ്ലഡ്. ഇങ്ങനെ ഈ കട്ടിംഗ് പ്ലേറ്റൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ മൂർച്ചയുള്ള പല്ലുകൾ വെച്ചിട്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്ത് മുറിവുണ്ടാക്കി ആ മുറിവിൽ ക്ലിങ് ചെയ്ത് തൂങ്ങിക്കിടന്ന് മുറിവുണ്ടാക്കിയാൽ മാത്രമേ ബ്ലഡ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വലിച്ചെടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് ആൻസിലോസ്റ്റോമ എന്ന് പറയുന്നത്. ദ പോസ്റ്റീരിയർ എൻഡ് ഓഫ് ദ മെയിൽ ഹാസ് ഫിൻ ലൈക്ക് എക്സ്പാൻഷൻ കാൾഡ് ബർസ് ഹെൽപ്പ് ഇൻ കോപ്പുലേഷൻ. അപ്പം ഈ മെയിലിൻ്റെ പോസ്റ്റീരിയർ താഴ്ഭാഗം അടിഭാഗം നോക്കുകയാണെങ്കിൽ ഫിന്ന് പോലെ, ചിറക് പോലെ ഇരിക്കുന്ന സ്ട്രക്ചറുകളുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കോപ്പുലേഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പം ഈ ഭാഗമാണ് അതിൻ്റെ മൗത്ത് റീജിയൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓറൽ പ്ലേറ്റുകളൊക്കെ ഉണ്ട്. ഇത് മെയിലിൻ്റെ ഫിൻ ലൈക്ക് സ്ട്രക്ചറാണ്, അത് ഫാൻ പോലെയൊക്കെ ഇരിക്കുന്ന സ്ട്രക്ചറാണ്. ഇത് കോപ്പുലേഷൻ, അതായത് റീപ്രൊഡക്ഷൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ്. ഇറ്റ് ആൾസോ ഹെൽപ്പ് ടു ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻ ടു ഫീമെയിൽ. അപ്പം ഈ ബേഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചറുകൾ ഫീമെയിലിനകത്തേക്ക് സ്പേം ഇൻജെക്റ്റ് ചെയ്യാൻ കൂടി സഹായിക്കുന്നുണ്ട്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആന്തരികമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പെണ്ണിൻ്റെ, അതായത് ഫീമെയിൽ ആൻസിലോസ്റ്റോമയുടെ ശരീരത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ മുട്ടകൾ രൂപപ്പെടുന്നത്. അതിൻ്റെ ലൈഫ് സൈക്കിൾ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേജിനെ എഗ് സ്റ്റേജ് എന്നാണ് പറയുക. ദ ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ ആൻഡ് ദ ഫെർട്ടിലൈസ്ഡ് എഗ് പാസ് ഔട്ട് എലോങ് ഫീസസ് ആൻഡ് റീച്ച് ദ സോയിൽ. മുട്ട ആൻസിലോസ്റ്റോമയുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അത് ഫീക്കൽ മാറ്റർ നമ്മുടെ മലത്തിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജിനെ ലാർവൽ സ്റ്റേജ് എന്നാണ് പറയുക. ദ എഗ് ഹാച്ചസ് ഇൻ ടു ലാർവ കോൾഡ് റാബ്ഡിറ്റിഫോം ലാർവ വിത്ത് തിക്ക് ക്യൂട്ടിക്കൽ കവറിങ്. അതായത് മണ്ണിലേക്കാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ നല്ല ക്യൂട്ടിക്കൽ, നല്ല സംരക്ഷണ കവചം കൂടി ഉള്ള ഒന്നായിരിക്കും, അല്ലെങ്കിൽ മണ്ണിൽ പെട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ലാർവയ്ക്ക് ഒരു തിക്ക് ക്യൂട്ടിക്കൽ കവറിങ് ഉണ്ടായിരിക്കും. ലാർവയെ നമ്മൾ റാബ്ഡിറ്റിഫോം ലാർവ എന്നാണ് പറയുന്നത്. ദ ലാർവ മോൾട്ടിങ്സ് ട്വൈസ് ആൻഡ് ബിക്കം ഇൻഫെക്റ്റീവ്. 2 തവണ മോൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് എന്ത് ചെയ്യുക, കളഞ്ഞതിന് ശേഷം പുതിയത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ക്യൂട്ടിക്കിൾ മാറി പുതിയ ക്യൂട്ടിക്കിൾ വരുന്നു, അല്ലെങ്കിൽ അത് ഇളകി പോകുന്നു. അങ്ങനെ ഇളകിപ്പോയ ലാർവയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഇൻഫെക്റ്റ് ചെയ്യാൻ തയ്യാറായ സ്റ്റേജിലേക്ക് മാറുന്നത്. അത് നമ്മൾ 3ആമത്തെ സ്റ്റേജിനെ നമ്മൾ പെനട്രേഷൻ സ്റ്റേജ്, തുളച്ചു കയറുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന അവസ്ഥ എന്ന് പറയും. ദ ലാർവ പെനട്രേറ്റ് ത്രൂ ദ സ്കിൻ ഇൻ ദ ലെഗ്സ് ഓർ അതർ ബോഡി പാർട്സ്. നമ്മുടെ ശരീരത്തിലേക്ക്, അല്ലെങ്കിൽ വളം കടിക്കുക എന്ന് പറയുന്ന ഒരു അസുഖം നമ്മൾ കേട്ടിട്ടുണ്ടാവും. മണ്ണിലോ ചെളിയിലോ ഒക്കെ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ധാരാളമായിട്ട് ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ കയ്യിലെയും കാലിലെയും സ്കിന്ന് വളരെ സോഫ്റ്റ് ആകും. എന്തെങ്കിലും മുറിവുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ മുറിവിലൂടെ നമ്മുടെ കാലിലോ കയ്യിലോ അല്ലെങ്കിൽ നഖത്തിൻ്റെ ഇടയിലോ ഒക്കെ കയറിപ്പറ്റും. ദ ലാർവ പെനട്രേറ്റ് കോസ് ഗ്രൗണ്ട് ഇച്ച്. അപ്പം നമ്മൾ ലാർവ പെനട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഇച്ച്, വളം കടി എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകും. 4ആമത്തെ സ്റ്റേജിനെ നമ്മൾ അഡൽട്ട് സ്റ്റേജ് എന്ന് പറയുക. The larvae penetrate through the skin and enter the blood stream and reaches the internal organs, that is extra intestinal migration occurs. നമ്മുടെ കാലിലൂടെ കയ്യിലൂടെയൊക്കെ തുളച്ചു കയറുന്ന ഈ ലാർവ നേരെ രക്തത്തിലേക്ക് കടക്കുകയും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് സന്ദർശിക്കാൻ പോവുകയും ചെയ്യും. അങ്ങനെ പോകുന്നതിനെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ എൻട്രോബിയസിലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ അതിനെ നമ്മൾ എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ മൈഗ്രേഷൻ എന്നാണ് പറയുന്നത്. ഫ്രം ദ ലങ് കാപ്പിലറീസ് ആൻഡ് ആൽവിയോളൈ ആൻഡ് ട്രക്കിയ ആൻഡ് ഫൈനലി റീച്ചസ് ദ ഇൻറ്റസ്റ്റൈൻ. നമ്മൾ ലങ്സിലൂടെയും കാപ്പിലറീസിലൂടെയും ഒക്കെ സഞ്ചരിച്ച് അവസാനം ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്നു. ദ ലാർവ ദെൻ അണ്ടർഗോ മോൾട്ടിങ് ആൻഡ് മെച്ചർ ഇൻ ടു ആൻസിലോസ്റ്റോമ. അപ്പം റാബ്ഡിറ്റിഫോം ലാർവ എന്ന് പറയുന്ന ലാർവയാണ് നമുക്ക് ഗ്രൗണ്ട് ഇച്ച്, വളങ്കടി എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്നത്. അത് ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങൾ സന്ദർശിച്ച് അവസാനം ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തിയിട്ട് ആൻസിലോസ്റ്റോമയായിട്ട് മാറുന്നു. ഇനി ഇതുണ്ടാക്കുന്ന അസുഖത്തെ നമ്മൾ ആൻസിലോസ്റ്റോമിയാസിസ് എന്നാണ് പറയുക. ഇൻ ദ ഇൻഫെക്ഷൻ ഓഫ് ഹുക്ക് വോം ഈസ് കോൾഡ് ആൻസിലോസ്റ്റോമിയാസ്. നമ്മൾ ഈ പടം നിങ്ങൾക്ക് കാണാൻ കഴിയും, ചിത്രത്തിൽ കാണാൻ കഴിയും. നമുക്ക് നരമ്പുകളൊക്കെ അല്ലെങ്കിൽ കാലൊക്കെ ഇങ്ങനെ മുറിവുണ്ടായി വീർത്തിരിക്കുന്നതായിട്ട്. അപ്പോൾ ഈ വിരലുകളുടെ ഇടയിലൊക്കെ നമുക്ക് ചൊറിച്ചിലുണ്ടാകും. അതിനാണ് നമ്മൾ ഗ്രൗണ്ട് ഇച്ച് എന്ന് പറയുന്നത്. പത്തോജനിസിറ്റി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അസുഖം ഉണ്ടാക്കുന്ന രീതി നോക്കുകയാണെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ ആൻഡ് ഗ്രൗണ്ട് ഇച്ച്. നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അലർട്ട് വേംസ് ലീവ്സ് ടു അപ്പ്
to 5 years. നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ 5 വർഷം വരെ ഇത് ജീവിച്ചിരിക്കും. കോസ് ഇഞ്ചുറി ഇൻ ദ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ. ഇത് നമ്മുടെ ഒരു രക്തം കുടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ധാരാളമായിട്ട് പെരുകി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കടന്നു കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറി അല്ലെങ്കിൽ വ്രണങ്ങളൊക്കെ ഉണ്ടാക്കും. സക്ക് ബ്ലഡ് കണ്ടിന്യൂസ്ലി ദ ഹോസ്റ്റ് ബിക്കം അനീമിക്. നിരന്തരം രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്, അതുകൊണ്ട് അനീമിക്കായിട്ട് മാറും. ദ എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ മൈഗ്രേഷൻ കോസ് ഹെമറേജ് ആൻഡ് ന്യൂമോണിയ. നമ്മുടെ ലങ്സിലും ഒക്കെ എത്തപ്പെടും. അതുകൊണ്ട് തന്നെ ലങ്സിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായാൽ നമുക്ക് ന്യൂമോണിയ ഉണ്ടാകും. ജനറൽ ഡിക്ലൈൻ ഇൻ ഹെൽത്ത് ആൾസോ. നമ്മുടെ ഒരാളുടെ ഹെൽത്ത് തന്നെ തകരാറിലാവും അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞു വരുന്ന ഒരു കണ്ടീഷന് ഇടയാക്കും ഈ ആൻസിലോസ്റ്റോമിയാസിസ് എന്ന് പറയുന്ന അസുഖം. ഇനി നമുക്കിത് എങ്ങനെ ഒഴിവാക്കാം? വാട്ട് ആർ ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫെക്ഷൻ ഓഫ് ആൻസിലോസ്റ്റോമ? സാനിറ്ററി ഡിസ്പോസൽ ഓഫ് ഹ്യൂമൻ ഫീസസ്, അവോയ്ഡ് ബെയർ ഫുഡ് വാക്കിംഗ്, ഡ്രഗ്സ് സച്ച് എസ് tetrachloroethylene, carbon tetrachloride and quinopodium are effective for ancylostomia. നമ്മൾ മരുന്ന് കഴിച്ചും വെറും കാല് കൊണ്ട് നടക്കുന്നത് ഒഴിവാക്കിയും സാനിറ്ററി ഡിസ്പോസൽ ഓഫ് ഹ്യൂമൻ ഫീസസ് തുടങ്ങിയവ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഇൻഫെക്ഷൻ ഒഴിവാക്കാം. മറ്റ് ഒരു പ്രധാനപ്പെട്ട ഉരുണ്ട വിരയാണ് ഉച്ചറേറിയ ബ്രാങ്കോഫ്റ്റി എന്നാണ് അതിൻ്റെ നമുക്ക് ശാസ്ത്രീയ നാമം. ബിലോങ്സ് ടു ഫൈലം നെമറ്റോഡ. ബോഡി ഈസ് ലോങ്, സിലിണ്ട്രിക്കൽ, അൺസെഗ്മെൻറ്റഡ് വിത്ത് എ ടഫ് ക്യൂട്ടിക്കിൾ. നമ്മുടെ നെമറ്റോഡ് വേംസിൻ്റെ എല്ലാ പ്രത്യേകതയും ഇതിനുമുണ്ട്. സിലിണ്ട്രിക്കലാണ്, നീളമുള്ളതാണ്, ടഫ് ക്യൂട്ടിക്കിൾ ഉണ്ടാവും, ബൈലാറ്ററൽ സിമെട്രിയാണ്, സീലോമേറ്റുകളാണ്, ഡയേഷ്യസ് ആണ്, അതായത് സെക്സസ് സെപ്പറേറ്റഡ് ആണ്. ഇതൊരു എൻഡോ പാരസൈറ്റാണ്. മിക്കവാറും നെമറ്റോഡ് വേമുകളെല്ലാം പാരസൈറ്റിക്കാണ്, അത് എൻഡോ പാരസൈറ്റുമാണ്. ഇവിടെ നോക്കാം, മെയിൻലി ഇൻ ദ ലിംഫാറ്റിക് വെസൽസ് ഓഫ് ഹ്യൂമൻസ്. നമ്മളുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ രക്തചംക്രമണ വ്യവസ്ഥയും ലിംഫ് ഒഴുകുന്ന ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന 2 തരത്തിലുള്ള വെസൽസ് ഉണ്ട്. അതായത് രക്തമൊഴുകുന്ന രക്തക്കുഴലുകളുണ്ട്, അതുപോലെ തന്നെ ലിംഫ് ഒഴുകുന്ന ലിംഫാറ്റിക് വെസൽസ് ഉണ്ട്. അവിടെയാണ് ഇതിൻ്റെ താമസം. കോസ് ലിംഫാറ്റിക് ഫൈലേറിയാസിസ്, നമുക്ക് ഫൈലേറിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കും. ലൈഫ് സൈക്കിൾ ഇൻവോൾവ് ആൻ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്, മോസ്കിറ്റോസ് ലൈക്ക് ക്യൂലസ്, അനോഫിലസ് ഓർ ഈഡിസ്. നമുക്ക് ഇതുവരെ പഠിച്ച ജീവികളിൽ നമ്മൾ നിലവിൽ 3 പഠിച്ചപ്പോൾ അതിനൊന്നും ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റില്ല, ഡയറക്റ്റായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് അല്ലെങ്കിൽ ലൈഫ് സൈക്കിളാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഉണ്ട്. നമ്മുടെ ശരീരമാണ് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് കൊതുകുകളാണ്, പ്രത്യേകിച്ച് ക്യൂലെക്സ്, അനോഫിലസ്, എയ്ഡിസ് എന്ന് പറയുന്ന കൊതുകുകളാണ്. Adult produce microfilariae, tiny larvae that circulate in the blood, often showing nocturnal periodicity. അപ്പം ഈ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണലായിട്ട് നടക്കും. ഇൻറ്റേർണലായിട്ട് നടന്നു കഴിഞ്ഞാൽ മുട്ട ഉണ്ടാകും. ഈ മുട്ട വിരിഞ്ഞ് ലാർവ ഉണ്ടാകും. ആ ലാർവയെ നമ്മൾ പറയുന്ന പേര് മൈക്രോഫൈലേറിയൽ ലാർവ എന്നാണ് പറയുന്നത്. അത് രക്തത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ ലാർവ രാത്രിയിലാണ് ബ്ലഡ് വെസലിൻ്റെ പുറത്തേക്ക് വരുന്നത്. നമ്മളെ കൊതുക് കൂത്തുന്നതും രാത്രിയിലാണ്. അപ്പോൾ ഈ കൊതുകിൻ്റെ ശരീരത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. ട്രാൻസ്മിഷൻ ഒക്കേഴ്സ് ത്രൂ മൊസ്കിറ്റോ ബൈറ്റ്സ് which ingest microfilariae larvae that develop into infective larvae inside the mosquito. മസ്കിറ്റോയുടെ ശരീരത്തിനകത്ത് വെച്ചിട്ടാണ് ഈ ലാർവെ എന്ത് ചെയ്യുന്നത്, മെച്ചുറാകുന്നത്. മൈക്രോഫൈലേറിയ എന്താണെന്ന് ചോദിച്ചാൽ ലാർവ ഓഫ് ഉച്ചറേറിയ എന്ന് പറയുന്ന ലാർവയുടെ പേരാണ് മൈക്രോഫൈലേറിയ. ഇതിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആഫ്റ്റർ കോപ്പുലേഷൻ ദ ഫീമെയിൽ ലെഗ്സ് ആൻഡ് ഹാച്ചസ് ഇൻ ടു ദ ലാർവെ കാൾഡ് മൈക്രോഫൈലേറിയ. മെയിലും ഫീമെയിലും നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്താണ് താമസിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ, ഇൻറ്റസ്റ്റൈനിലല്ല ലിംഫാറ്റിക് സിസ്റ്റത്തിലാണ്. ആ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫ് വെസലിൽ താമസിക്കുന്ന മൈക്രോഫൈലേറിയ ലാർവ, ഉച്ചറേറിയ എന്ന് പറയുന്ന റൗണ്ട് വേം എന്ത് ചെയ്യും, ഫെർട്ടിലൈസേഷൻ നടത്തും. അങ്ങനെ മുട്ടകളുണ്ടാവും, മുട്ട വിരിഞ്ഞ് ലാർവ ഉണ്ടാവും. ഈ ലാർവയെ നമ്മൾ മൈക്രോഫൈലേറിയ എന്നാണ് പറയുക. The microfilariae migrate from the lymph vessel to the bloodstream. ഈ മൈക്രോഫൈലേറിയ ലിംഫിൽ നിന്ന് നേരെ രക്തത്തിലേക്ക് വരുന്നു. ഫർദർ ഡെവലപ്മെൻറ്റ് ഓഫ് ലാർവ ടേക്സ് പ്ലേസ് ഇൻ മോസ്കിറ്റോ, ദാറ്റ് ഈസ് ദ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. അപ്പോൾ ഈ മൈക്രോഫൈലേറിയ ലാർവ രക്തത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രക്തം കുടിക്കാൻ എത്തുന്ന കൊതുക് ഈ ലാർവയെ അകത്താക്കുകയും ഇനി ലാർവയുടെ ഫർദർ ഡെവലപ്മെൻറ്റ്, അടുത്ത ഡെവലപ്മെൻറ്റ് നടക്കുന്നത് മോസ്കിറ്റോയുടെ ശരീരത്തിലായിരിക്കും. ഈ മോസ്കിറ്റോ ആണ് അവിടെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ഹ്യൂമൻ ബ്ലഡ് ലാർവ ഷോസ് diurnal periodicity. During daytime they lived in deeper blood cells.
കൊതുകിനെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പകൽ സമയങ്ങളിൽ ഉള്ളിലുള്ള രക്തക്കുഴലുകളിൽ താമസിക്കുകയും രാത്രിയിൽ എന്ത് ചെയ്യുകയും ചെയ്യും, ഇത് നമ്മുടെ തൊലിപ്പുറത്തുള്ള രക്തക്കുഴലിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. ഇതിനെ നമ്മൾ ഡയേണൽ പീരിയോഡിസിറ്റി എന്നാണ് പറയുക. ഡ്യൂറിങ് നൈറ്റ് ദേ മൈഗ്രേറ്റ് ടു ദ സർഫസ് ബ്ലഡ് വെസൽസ്, ക്യൂലക്സ് ആൻഡ് അനോഫിലസ് മosquito or Aedes mosquito suck the blood and infected with the larvae. In mosquito, the larvae undergo development through the gut to the thoracic muscles and eventually to the proboscis. ഈ കൊതുകുകൾക്ക് പല്ലില്ല എന്നറിയാം, വായില്ല എന്നറിയാം. അതിൻ്റെ രക്തം കുടിക്കാനുള്ള ട്യൂബ് പോലുള്ള ഒരു സ്ട്രക്ചറാണുള്ളത്. അതിനെ നമ്മൾ പ്രൊബോസിസ് എന്നാണ് പറയുക. അപ്പം നമ്മുടെ രക്തം കുടിക്കുന്ന ഈ കൊതുക് ഈ ലാർവയെ കൂടി അകത്താക്കുകയും ഈ ലാർവ കൊതുകിൻ്റെ മസിൽസിലും പേശികളിലൊക്കെ വെച്ച് വളർച്ച പൂർത്തിയാക്കുകയും അടുത്തൊരാളെ കുത്താനായിട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രൊബോസിസിൻ്റെ വാതുക്കൽ അല്ലെങ്കിൽ പ്രൊബോസിസിൽ വന്ന് താമസമാക്കുകയും ചെയ്യുന്നു. വെൻ ദ ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ ബൈറ്റ്സ് എ മാൻ, ദ മൈക്രോഫൈലേറിയ ഇൻജെക്റ്റഡ് ടു ദ ബ്ലഡ്. അപ്പം നമ്മൾ അല്ലെങ്കിൽ മൈക്രോഫൈലേറിയ സ്വീകരിച്ച ഒരാളിൽ നിന്നും ഈ കൊതുക് ഇത് രക്തവുമായിട്ട് പോകുന്നു. രക്തം 1-2 ദിവസം എടുക്കും അതെന്ത് ചെയ്യാൻ, ഡൈജസ്റ്റ് ചെയ്യാൻ. ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തൊരാളെ കുത്താനായിട്ട് അല്ലെങ്കിൽ ഇതിന് വിശന്ന് കഴിയുമ്പോൾ അടുത്തൊരാളെ കുത്താനായിട്ട് എന്ത് ചെയ്യും, ഈ കൊതുക് വീണ്ടും ഒരാളെ കണ്ടെത്തും. അപ്പം കണ്ടെത്തുന്ന സമയത്ത് മൈക്രോഫൈലേറിയ ലാർവ ഇതിൻ്റെ പ്രൊബോസിലൂടെ അടുത്ത ആളിൽ എത്തുകയും ചെയ്യുന്നു. ഫ്രം ദ ബ്ലഡ് ഇറ്റ് മൈഗ്രേറ്റ് ടു ദ ലിംഫാറ്റിക് സിസ്റ്റം ആൻഡ് ഡെവലപ്പ് ഇൻ ടു അഡൽട്ട്. ഇനി വേറൊരാളുടെ ശരീരത്തിലെത്തുന്ന ഈ ലാർവെ നേരെ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് പോയി അത് അഡൽട്ടായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്നും കൊതുക് എന്ത് ചെയ്യുന്നു, ഈ ലാർവയെ ഈ കൊതുക് നമ്മളെ ശരീരത്തിൽ നിന്ന് കുത്തുന്നു. അത് കൊതുകിൻ്റെ ശരീരത്തിൽ വെച്ചിട്ട് മൈക്രോഫൈലേറിയ എന്ന് പറയുന്ന ലാർവെ ഒച്ചറേറിയ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ജുവനൈലായിട്ട് മാറുകയും ഈ ജുവനൈലിൽ വീണ്ടും നമ്മുടെ ശരീരത്തിലെത്തുകയും അത് നമുക്ക് വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. ഇതിൻ്റെ പത്തോജനിസിറ്റി, അതിൻ്റെ രോഗം ഉണ്ടാക്കുന്ന കണ്ടീഷൻസ്. മൈക്രോഫൈലേറിയ ആർ നോട്ട് പാത്തോജനിക്. മൈക്രോഫൈലേറിയ നമുക്ക് ഒരു അസുഖം ഉണ്ടാക്കുന്നില്ല. കോസസ് ഫൈലേറിയൽ ഫീവർ, ഹെഡ് ഏക്ക് ആൻഡ് മെൻ്റൽ ഡിപ്രഷൻ. അത് നമുക്ക് ഫൈലേറിയൽ ഫീവർ, അതിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടാവും. അഡൽട്ട് ലിവിങ് ഓർ ഡെഡ് ബ്ലോക്സ് ലിംഫാറ്റിക് വെസൽസ് ആൻഡ് ഗ്ലാൻഡ്സ് റിസൾട്ടിങ് ഇൻ വേരിയസ് പാത്തോജനിക് കണ്ടീഷൻസ്. നമുക്ക് അസുഖമെന്ന് പറയാനായിട്ട്, ഇൻഫെക്ഷൻ എന്ന് പറയാനായിട്ടുള്ള കണ്ടീഷൻ വരുന്നത് ഈ അഡൽട്ട് വേമുകൾ നമ്മുടെ ലിംഫ് വെസലിൽ ബ്ലോക്കായി കിടക്കുകയും അവിടെ ലിംഫിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടുകയും നമ്മുടെ കാലോ കയ്യോ ഇൻ്റർണൽ ഓർഗൻസിലൊക്കെ വീർത്തു വരികയും ചെയ്യും. ദ ഡിസീസ് കോസ്ഡ് ബൈ ദ എൻലാർജ്മെൻറ്റ് ഓഫ് സച്ച് ഓർഗൻസ് ആസ് ദ സ്ക്രോട്ടം, ബ്രസ്റ്റ് ഓർ ലെഗ്സ് ഈസ് കോൾഡ് എലിഫൻറ്റിയാസിസ്. നമ്മൾ മന്ത് എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക്, അത് നമ്മുടെ സ്ക്രോട്ടമാകാം, ബ്രസ്റ്റ് ആകാം, ലഗ്സ് ആകാം, ഹാൻഡ് ആകാം, എവിടെ വേണമെങ്കിലും ഈ എലിഫൻറ്റിയാസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാം. ദ അഡൽട്ട് worm causes an inflammatory reaction of lymphatic system or lymphocytes, obstruction of limb in the organs resulting in enlargement called lymphedema. അപ്പം നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എവിടെ വേണമെങ്കിലും ഇത് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ വീർത്ത് വരികയും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇൻറ്റേർണലായിട്ട് സംഭവിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ ലിംഫോഡെമ എന്ന് പറയുന്നത്. സെക്കൻഡറി ഇൻഫെക്ഷൻ ഇൻ ദ ഇൻഫെക്റ്റഡ് ഏരിയാസ് ഇൻവോൾവിങ് ബാക്ടീരിയ സച്ച് എസ് സ്റ്റെഫിലോകോക്കസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് മേ അഗ്രിവേറ്റ് ദ ഡിസീസ്. നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കാലും കൈയൊക്കെ വീർത്ത് വരികയും അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും നമുക്ക് സ്റ്റെഫിലോകോക്കസിന് സ്ട്രെപ്റ്റോകോക്കസ് പോലുള്ള ബാക്ടീരിയ വന്നിട്ട് അവിടെ ഫർദർ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഇതിൻ്റെ പ്രിവെൻറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് ഫൈലേറിയസ് ഡ്യൂറിങ് നൈറ്റ്. കാരണം മൈക്രോഫൈലേറിയ എന്ന് പറയുന്ന വേം നമ്മുടെ ശരീരത്തിലേക്ക് രക്തക്കുഴലിലേക്ക് വരുന്നത് രാത്രിയിലാണ്. അപ്പം ഇതിൻ്റെ രാത്രിയിൽ ഡയഗ്നോസിസ് നടത്തിയിട്ട് ഇങ്ങനെ ഒരു അസുഖമുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്സ്, കൺട്രോൾ ഓർ ഇറാഡിക്കേഷൻ ഓഫ് മോസ്കിറ്റോ ദാറ്റ് ക്യാരി പാരസൈറ്റ്. ദെൻ ദ ഡ്രഗ്സ് ഡൈഇഥൈൽ കാർബമൈസിൻ, മെട്രോഡയസോൾ ആർ എഫക്റ്റീവ് ട്രീറ്റിംഗ് ഇൻ ദ ഡിസീസ്. മരുന്നുകളുണ്ട്, മരുന്ന് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയും. ദെൻ അവസാനത്തെ നമുക്ക് അനിലിഡയിലുള്ള വേമാണ് ട്രൈക്കിനെല്ല എന്ന് പറയുന്ന വേം. ഈ ട്രൈക്കിനെല്ലയും നെമറ്റോഡ് വേമാണ്. ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ബോഡിയാണ്, സിലിണ്ടറിക്കലാണ്, അൺസെഗ്മെൻറ്റഡ് ആണ്, കവേർഡ് വിത്ത് ടഫ് ക്യൂട്ടുകൾ. ഇതെല്ലാം ജനറലായിട്ട് ഈ വേമിനും ഉണ്ടാകുന്നുണ്ട്. സിമെട്രി ബൈലാറ്ററൽ സിമെട്രിയാണ്, സ്യൂഡോസീലോമേറ്റുകളാണ്, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, ഡയേഷ്യസ് ആണ്, അതായത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ്. ഫീമെയിൽസ് ആർ ഓവോ വിവി പാരസ്, അതായത്
ഓവോ വിവി പാരസ് എന്ന് പറഞ്ഞാൽ മുട്ടയായിട്ട് ശരീരത്തിലുണ്ടാവുകയും മുട്ട ശരീരത്തിൽ തന്നെ വെച്ച് വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും കുഞ്ഞുങ്ങളെ പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന ജീവികളെയാണ് നമ്മൾ പറയുക ഓവോ വിവി പാരസ് എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളൊരു പ്രത്യേകത. ഇറ്റ് ഈസ് ആൻ എൻഡോപാരസൈറ്റ് ഇൻ മാമൽസ് ഇൻഹാബിറ്റിംഗ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് സ്ട്രൈറ്റഡ് മസിൽസ്. നമ്മുടെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള മാമൽസിലാണ് ഇതിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കാം. ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുക. ഇഞ്ചക്ഷൻ ഓഫ് എൻസിസ്റ്റഡ് ലാർവ, അതായത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഫീമെയിലിൻ്റെ ശരീരത്തിൽ മുട്ടകളുണ്ടാവും, എഗ്ഗ് ഉണ്ടാവും. എഗ്ഗ് ഫീമെയിലിൻ്റെ ശരീരത്തിൽ വെച്ച് തന്നെ ഹാച്ച് ചെയ്ത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ടാണ് പുറത്തു വരിക. ഹ്യൂമൻസ് ഓർ അതർ ആനിമൽസ് ഈറ്റ് റോ ഓർ അണ്ടർകുക്ക്ഡ് മീറ്റ്, യൂഷ്വലി പോർ കണ്ടാമിനേറ്റിംഗ് എൻസിസ്റ്റഡ് ട്രൈക്കിനെല്ല ലാർവ. അപ്പം ട്രൈക്കിനെല്ല ലാർവയെ തിന്ന പിഗ്, അതായത് നമ്മുടെ ശരീരത്തിലാണ് ഇത് കാണുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഫീക്കൽ മാറ്ററിലൂടെ പുറത്തേക്ക് വന്നതിന് ശേഷം ഇത് പുറത്തേക്ക് പ്രത്യേകിച്ച് പന്നി പോലുള്ള ജീവജാലങ്ങൾ ഇതിനെ തിന്നും. അപ്പം പന്നിയുടെ ശരീരത്തിലെത്തും. ലാർവ റിലീസ്ഡ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഗ്യാസ്ട്രിക് ജ്യൂസസ് ഡിസോൾവ് ദ സിസ്റ്റ് വാൾ റിലീസിങ് ലാർവ ഇൻ ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പം ഈ ലാർവയ്ക്ക് പുറമെ, അതായത് നമ്മുടെ ഫീക്കൽ മാറ്ററിലൂടെയൊക്കെ പുറത്തു വരുന്ന ലാർവ മണ്ണിൽ കിടന്ന് നശിച്ചു പോകാതിരിക്കാൻ അല്ലെങ്കിൽ അത് ഇല്ലാതാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റിംഗ് കവറിംഗ് ഉണ്ട്, അതിനെ സിസ്റ്റ് എന്ന് പറയും. ആ സിസ്റ്റോട് കൂടിയായിരിക്കും പന്നി കഴിക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുക. നമ്മുടെ വയറ്റിനകത്ത് വെച്ചിട്ട് ഈ സിസ്റ്റ് പൊട്ടി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കവറിങ് പൊട്ടിയിട്ട് ലാർവ പുറത്തേക്ക് വരുന്നു. മച്ചുറേഷൻ ഇൻ ടു അഡൽട്ട്, അത് ലാർവ നമ്മുടെ ഇൻഡസ്റ്റൈനകത്ത് വെച്ച് തന്നെ മച്ചുർ ചെയ്യുന്നു. ദ ലാർവ മച്ചുർ ഇൻ ടു അഡൽട്ട് വേം വിത്തിൻ 1 to 2 days ഇൻ ദ സ്മോൾ ഇൻഡസ്റ്റൈൻ. നമ്മുടെ ഈ പന്നിയിലോ നമ്മുടെ ശരീരത്തിലോ എത്തിക്കഴിഞ്ഞാൽ 1-2 ദിവസത്തിനകത്ത് തന്നെ ഈ ട്രൈക്കിനെല്ല ലാർവ സിസ്റ്റ് പൊട്ടിയിട്ട് അത് പുറത്തേക്ക് വരികയും അത് നമ്മളുടെ അഡൽട്ടായിട്ട് മാറുകയും ചെയ്യും. മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ മെയിൽസ് ഡൈ ഷോർട്ട്ലി ആഫ്റ്റർ മീറ്റിംഗ്. അപ്പോൾ ഇവിടെ റീപ്രൊഡക്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. മെയിലും ഫീമെയിലും നമ്മൾ റീപ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ മെയിൽ അപ്പോൾ തന്നെ ചത്തുപോകും. ഫീമെയിൽ പ്രൊഡ്യൂസ് ലാർവ, ഫീമെയിൽ ലാർവ ഉണ്ടാകും. ഫെർട്ടിലൈസ്ഡ് ഫീമെയിൽസ് ആർ ഓവോ വിവി റിലീസിങ് ന്യൂ ബോൺ ലാർവ, അതായത് ന്യൂ ബോൺ ലാർവയാണ് ഫീമെയിൽസ് ഉണ്ടാക്കുന്ന. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാർവ എൻ്റർ ദ സർക്കുലേഷൻ. ന്യൂ ബോൺ ലാർവ മൈഗ്രേറ്റ് വയ ബ്ലഡ് ആൻഡ് ലിംഫ് ടു ദ സ്ട്രൈറ്റഡ് മസിൽസ്. സാധാരണയായിട്ട് നമ്മുടെ പന്നിയുടെ ശരീരത്തിലോ നമ്മുടെ ശരീരത്തിലോ എത്തിക്കഴിഞ്ഞാൽ ഈ ലാർവ അവിടെ നിന്ന് ഇൻഡസ്റ്റൈനിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് മസിൽസ്, നമ്മുടെ പേശികളിൽ അല്ലെങ്കിൽ നമ്മുടെ മാംസത്തിലേക്ക് എത്തുന്നു. എൻസിസ്റ്റ് ഇൻ ദ മസിൽസ്, ആ മസിൽസിനകത്ത് നമ്മുടെ പേശിക്കകത്ത് എന്ത് ചെയ്യുന്നു, സിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാക്കിയിട്ട് അവിടെ താമസിക്കുന്നു. ലാർവെ കോയിൽ ആൻഡ് ബിക്കം എൻസിസ്റ്റഡ് ഇൻ മസിൽ ഫൈബേഴ്സ് ഫോമിങ് നേഴ്സ് സെൽ കോംപ്ലക്സ്, അതായത് സെല്ലും ലാർവയും ചേർന്ന ഒരു കോംപ്ലക്സ് ആയിട്ട് വരണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ മസിൽസ് അടങ്ങിയ ലാർവയുടെ പന്നി ഇറച്ചിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ആ പന്നി ഇറച്ചിയിൽ ലാർവ ഉണ്ടാവും ഇറച്ചിക്കകത്ത്. അപ്പോൾ ഈ ലാർവ ഒരു സിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാക്കിയിട്ട്. ആ പന്നി ഇറച്ചി നമ്മൾ അണ്ടർ കുക്ക്ഡ്, അതായത് നന്നായിട്ട് വേവിക്കാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തി സിസ്റ്റ് പൊട്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്റ്റ് കവറിങ് പൊട്ടിയിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഈ അനലിഡ് വേംസിനെ സംബന്ധിച്ച് നമുക്ക് 5 വേംസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഈ 5 വേംസിനും കോമൺ ആയിട്ടെല്ലാം ഒരേ പ്രത്യേകതയാണ്. റൗണ്ട് വേംസ് എന്നാണ് അറിയപ്പെടുക. സെക്ഷൽ ഡൈമോർഫിസം ഉണ്ട്, മെയിലും ഫീമെയിലും സെപ്പറേറ്റഡ് ആണ്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത്, എല്ലാത്തിനും ക്യൂട്ടിക്കുലർ കവറിങ് ഉണ്ടായിരിക്കും. ഇനി ഉച്ചറേറിയ പോലെയുള്ള ലാർവയ്ക്ക് അല്ലെങ്കിൽ വോമിന് മാത്രമേ ഉള്ളൂ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം ഡയറക്റ്റ് ഹോസ്റ്റാണ്. ഇവരുടെ ട്രൈക്കിനെല്ല പോലെയുള്ള ജീവജാലങ്ങളിലും ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. മറ്റൊരു നമ്മുടെ ശരീരത്തിലായാലും മസിൽസിലോ ഒക്കെ ഇതിനകത്ത് ജീവിക്കാനായിട്ട് കഴിയും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഫൈലം ഓഫ് അസ്കാരിസ്, ട്രൈക്കിനെല്ല ആൻഡ് ഉച്ചറേറിയ. അസ്കാരിസും ട്രൈക്കിനെല്ലയും ഉച്ചറേറിയയും വരുന്ന ഫൈലം ഏതാണ്? അതാണ് ചോദ്യം. ഉത്തരം നെമറ്റോഡ എന്നാണ്. ഹാബിറ്റാറ്റ് ഓഫ് അഡൽട്ട് അസ്കാരിസ്. ആൻസർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഓഫ് ഹ്യൂമൻസ്, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നാണ്. ഹാബിറ്റാറ്റ് ഓഫ് അഡൽട്ട് ട്രൈക്കിനെല്ല, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഓഫ് മാമൽസ്. ഈ ട്രൈക്കിനെല്ലയുടെ ഒരു പ്രത്യേകത, നമ്മുടെ ഇൻഡസ്റ്റൈനിൽ താമസിച്ചതിന് ശേഷം എൻസിസ്റ്റ്മെൻറ്റ്, അതായത് സിസ്റ്റ് ഉണ്ടാക്കിയിട്ട് മസിൽസിലേക്കാണ് പിന്നീട് അതിൻ്റെ താമസം മാറ്റുന്നത്. കോമൺ നെയിം ഓഫ് എൻട്രോബിയസ്. എൻട്രോബിയസിൻ്റെ സാധാരണ അറിയപ്പെടുന്ന പേരെന്താണ്? പിൻവോം എന്നാണ് അതിൻ്റെ ഉത്തരം. വെക്ടർ ഓഫ് ഉച്ചറേറിയ. ഉച്ചറേറിയയുടെ വെക്ടർ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഏതാണ്? മോസ്കിറ്റോ ആണ്.
മോഡ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ നെമറ്റോഡ്സിലെ ശ്വസനം എങ്ങനെയാണ്? ആൻസർ സിമ്പിൾ ഡിഫ്യൂഷൻ ഓക്കർ ദ ബോഡി സർഫസ്. ശരീരത്തിൻ്റെ സർഫസിലൂടെ സിമ്പിളായിട്ട് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യുന്നു. 2 മാർക്ക് ചോദ്യം, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ട്രൈക്കിനെല്ല എങ്ങനെയാണ് ഒരു ജീവിയിൽ നിന്നും മറ്റൊരു ജീവിയിലേക്ക് പോകുന്നത്? ഉത്തരം, ബൈ ഇൻജെക്ഷൻ ഓഫ് റോ ഓർ അണ്ടർ കുക്ക്ഡ് മീറ്റ് കണ്ടെയ്നിങ് എൻസിസ്റ്റഡ് ലാർവ. അതായത് ലാർവ അടങ്ങിയ ഭക്ഷണം, പ്രത്യേകിച്ചും ഇറച്ചി, നമ്മൾ അണ്ടർ കുക്ക്ഡ് പ്രോപ്പറായിട്ട് പൂർണ്ണമായിട്ട് കുക്ക് ചെയ്യാതെയോ റോ ആയിട്ട് അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടാം. ഹ്യൂമൻ ഡിസീസ് കോസ്ഡ് ബൈ അസ്കാരിസ് നമ്മളിൽ ഉണ്ടാക്കുന്ന അസുഖം എന്താണ്? അതിനെ അസ്കാരിയാസിസ് എന്നാണ് പറയുന്നത്. ദെൻ ഹൗ ഡസ് ആൻസിലോസ്റ്റോമ ഇൻഫെക്റ്റ് ഹ്യൂമൻസ്? ആൻസിലോസ്റ്റോമ ഹ്യൂമൻസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അസുഖം ഉണ്ടാക്കുന്നു? ഇൻഫെക്റ്റീവ് ലാർവ പെനട്രേറ്റ് ദ സ്കിൻ, യൂഷ്വലി ഫീഡ്, മൈഗ്രേറ്റ് ത്രൂ ബ്ലഡ്, ലങ്സ്, ദെൻ ഇൻറ്റസ്റ്റൈൻ വേർ ദേ അറ്റാച്ച് ആൻഡ് ഫീഡ് ദ ബ്ലഡ്. അപ്പം നമുക്ക് വളങ്കടി ഉണ്ടാക്കുന്ന വേമാണ് ആൻസിലോസ്റ്റോമ. നമ്മുടെ കാലിലൂടെ രക്തത്തിലൂടെ ഇൻറ്റേർണൽ ഓർഗൻസിലൂടെ കടന്ന് ഇൻറ്റസ്റ്റൈനിലെത്തുകയും അവിടെ മുറിവുണ്ടാക്കിയിട്ട് അവിടെ താമസിക്കുകയും ചെയ്യുന്നു. ദെൻ റീപ്രൊഡക്ഷൻ ഇൻ നിമറ്റോഡ്സ്. നിമറ്റോഡിൻ്റെ റീപ്രൊഡക്ഷനെ കുറിച്ച് എന്ത് ചെയ്യുക? ഒരു ചുരുക്കി എഴുതുക. ഡയേഷ്യസ് ആണ്, മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ്. ഫീമെയിൽ യൂഷ്വലി ലാർജർ, ഫീമെയിൽ വലുതാണ്. സമ്മാർ ഓവോ വിവിപാരസ്. ട്രൈക്കിനെല്ല ആണെന്നുണ്ടെങ്കിൽ ഓവോ വിവിപാരസ് ആണ്, മുട്ട ജീവിയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ വിരിയുന്നതാണ്. ദെൻ വൈ ഈസ് ട്രൈക്കിനെല്ല യുണീക്ക് എമംഗ് നിമറ്റോഡ്സ്? മറ്റ് 4 വിരകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രൈക്കിനെല്ല എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ആൻസർ, അഡൽട്ട് ആൻഡ് ലാർവെ ലിവ് ഇൻ ദ സെയിം ഹോസ്റ്റ്. അതായത് ഒരു ജീവിയുടെ ശരീരത്തിനുള്ളിൽ തന്നെയാണ് അഡൽട്ടും ലാർവയും താമസിക്കുന്നത്. ഇപ്പം നമ്മുടെ ശരീരത്തിനകത്ത് ട്രൈക്കിനെല്ലയുടെ ലാർവ അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ആ മുട്ട ഇൻറ്റസ്റ്റൈനിൽ എന്ത് ചെയ്യും? ഇൻറ്റസ്റ്റൈൻ തുരന്നിട്ട് അല്ലെങ്കിൽ അത് പെനിട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ മസിൽസിൽ പോയതിന് ശേഷം മസിൽസിനകത്ത് എന്ത് ചെയ്യും? സിസ്റ്റ് ഉണ്ടാക്കി മസിൽസിനകത്ത് താമസിക്കും. അപ്പം ഈ മസിൽസിൽ നിന്ന് എന്താണ്, നമ്മൾ ചത്തുപോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ശരീരാവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? മുറിവുണ്ടാകുമ്പോഴൊക്കെ ഈ ലാർവ പുറത്തു പോവുകയും അത് മറ്റൊരു ജീവിയുടെ ശരീരത്തിൽ എത്തിപ്പെടുകയും ചെയ്യും. ഇനി അത് പന്നിയുടെ ശരീരത്തിലാണെങ്കിൽ പന്നിയുടെ ശരീരത്തിൽ നിന്നും ഇൻറ്റസ്റ്റൈനിൽ നിന്നും എന്ത് ചെയ്യും? ഇൻറ്റസ്റ്റൈനിൽ അതുണ്ടായി ഫ്ലഷിനകത്ത്, അതായത് മാംസത്തിനകത്ത്, ഇറച്ചിക്കകത്തത് സിസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ തന്നെ താമസിക്കും. അപ്പം അഡൽട്ടും ലാർവയും ഒരേ ജീവിയിലാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് ട്രൈക്കിനെല്ലയുടെ പ്രത്യേകത. 4 മാർക്ക് ചോദ്യം, ലൈഫ് സൈക്കിൾ ഓഫ് ട്രൈക്കിനെല്ല ചോദിക്കാം, ലൈഫ് സ്ലോ ഓഫ് അസ്കാരിസ് ചോദിക്കാം. അത് 4 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ്. ദെൻ 10 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്ക് ചോദ്യം, ഡിസ്ക്രൈബ് ദ ലൈഫ് സൈക്കിൾ, ഹാബിറ്റാറ്റ് ആൻഡ് ഡിസീസ് ഓഫ് ഉച്ചറേറിയ ബ്രാങ്കോപ്റ്റി. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാർവയാണ് ഉച്ചറേറിയ എന്ന് പറയുന്നത്. നമുക്ക് മന്തുണ്ടാക്കുന്ന ലാർവ അല്ലെങ്കിൽ വേം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിലാണ്. നമ്മൾ മറ്റുള്ളവയൊക്കെ ഇൻറ്റസ്റ്റൈനകത്തും ബ്ലഡുമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലാണ് അത് താമസിക്കുന്നത്. നൊക്ടേണൽ പീരിയോഡിസിറ്റി ഉണ്ട്. മോസ്കിറ്റോയിലൂടെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി കമ്പയർ അസ്കാരിസ്, ട്രൈക്കിനെല്ല, ഉച്ചറേറിയ ഇൻ ടേംസ് ഓഫ് മോർഫോളജി, ഹാബിറ്റാറ്റ് ആൻഡ് ഡിസീസ്. നമുക്കുണ്ടാക്കുന്ന രോഗം, അവയുടെ ഹാബിറ്റാറ്റ്, എവിടെ താമസിക്കുന്നു, അവയുടെ മോർഫോളജി, പ്രധാനപ്പെട്ട പ്രത്യേകത എന്നിവ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ, താരതമ്യ പഠനം നടത്താനായിട്ടൊരു ചോദ്യം കൂടി ചോദിക്കാം. അപ്പോൾ നമുക്ക് ടേബിൾ വരച്ച് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്കതിൻ്റെ ഉത്തരം എഴുതാം. അതായത് ഫീച്ചർ, ഹാബിറ്റാറ്റ്, ഡിസീസ്, റീപ്രൊഡക്ഷൻ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അസ്കാരിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അസ്കാരിയാസിസ് ആണ് ഉണ്ടാക്കുന്ന ഡിസീസ്. അത് ഡയേഷ്യസ് ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഫീക്കൽ അല്ലെങ്കിൽ ഓറലാണ്. ട്രൈക്കിനിൽ നോക്കുകയാണെങ്കിൽ അഡൽട്ട് ഇൻറ്റസ്റ്റൈനകത്താണ്, ലാർവെ മസിൽസിലാണ് താമസിക്കുക. ഉണ്ടാക്കുന്ന അസുഖത്തിനെ നമ്മൾ ട്രൈക്നോസിസ് എന്ന് പറയും. ട്രൈക്കിനില്ല ഓവോ വിവിപാരസ് ആണ്. ഈറ്റിംഗ് ഇൻഫെക്റ്റഡ് മീറ്റിലൂടെയാണ് നമുക്കുണ്ടാകുന്നത്. ഉച്ചറേറിയ ലിംഫാറ്റിക് ബ്ലഡ് വെസൽസിലാണ് താമസിക്കുന്നത്. ലിംഫാറ്റിക് ഫൈലേറിയാസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകും. ഡയേഷ്യസ് ആണ്. പ്രൊഡ്യൂസ് മൈക്രോ ഫൈലേറിയ എന്ന് പറയുന്ന ലാർവയെ ഉൽപ്പാദിപ്പിക്കും. മോസ്കിറ്റോ ബൈറ്റിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ പ്രധാനമായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഇതിനിടയ്ക്ക് ഞാൻ ഓരോ വേംസിനെ കുറിച്ച് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ പറഞ്ഞപ്പോഴും അതിൻ്റെ ലൈഫ് സൈക്കിളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ക്ലാസ്സിലെ വിശദാംശങ്ങൾ പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട 5 വേംസിനും കോമൺ ആയിട്ടുള്ള പ്രത്യേകതകളുണ്ട്.
5 തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ലാർവൽ സ്റ്റേജ് വ്യത്യാസമുണ്ട്. ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുള്ള ജീവജാലങ്ങളുണ്ട്. ഡെഫിനറ്റ് ഹോസ്റ്റ്, ഒറ്റ ഹോസ്റ്റ് മാത്രമുള്ള ജീവജാലങ്ങളുണ്ട്. തുടങ്ങിയവ പ്രത്യേകതകൾ വെച്ച് വേണം നമുക്കിതിനെ മനസ്സിലാക്കാനും പഠിക്കാനും. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. താങ്ക് യു.